എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ കരളലിയിപ്പിക്കുന്ന ഒരു കഥയാണ് ആദ്യം പറയുന്നത്. അത് സന്തോഷ് ഏച്ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറയുന്ന ചെറുകഥയുടെ ഒരു ഭാഗം. ശരിക്കും ഒരു പണക്കൊഴുപ്പിൻ്റെയും അതുപോലെ തന്നെ അതിദാരിദ്ര്യത്തിൻ്റെയും പട്ടിണിയുടെയും കരളലിയിപ്പിക്കുന്ന ഒരു കഥയാണ്. കലന്തൻ ഹാജിയുടെ കൊച്ചു മകൻ്റെ വിവാഹം, ആർഭാടപൂർവ്വം വിവാഹം കഴിഞ്ഞ ശേഷം ബാക്കി വരുന്ന ഏകദേശം പഞ്ചാബിൽ നിന്നും ഒരു ലോഡോളം കൊണ്ടുവന്ന ബസുമതി റൈസ്, അതിലെ ബിരിയാണി, ചിക്കൻ കഷ്ണങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോയി കുഴിച്ച് മൂടുന്നതിന് വേണ്ടി, ബാക്കി വരുന്ന സാധനങ്ങൾ അതിൻ്റെ ദം പോലും പൊട്ടിക്കാതെ കുഴിച്ച് മൂടുന്നതിന് വേണ്ടി ഏർപ്പാടാക്കുന്ന ഒരു വ്യക്തിയാണ് ഗോപാൽ യാദവ്, ബീഹാർ സ്വദേശിയ ഗോപാൽ യാദവ്. ഈ ഗോപാൽ യാദവ് ഇത് വെട്ടി മൂടുമ്പോൾ, അല്ലെങ്കിൽ അതിനെ ചവിട്ടി താഴ്ത്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ കൂടി കണ്ണുനീരിൻ്റെ ധാരാപ്രവാഹമുണ്ടാവുന്നു. കാരണം വേറെ ഒന്നുമല്ല, ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയാതെ ബസുമതി എന്ന് പേരിട്ടിരുന്ന തൻ്റെ പൊന്നു മോള് മണ്ണ് വാരി തിന്ന് അതിദാരിദ്ര്യം മൂലം മരണമടഞ്ഞ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വരും. അതുപോലെ തന്നെ സ്വന്തം ഭാര്യയ്ക്ക് ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അവർക്ക് ബസുമതി റൈസ് കഴിക്കുവാനുള്ള ആഗ്രഹം വരുമ്പോൾ അത് വാങ്ങിക്കൊടുക്കുവാൻ ഉള്ള നിവൃത്തിയില്ലാതെ വെറും 50 ഗ്രാം മാത്രം തൂക്കി വാങ്ങിക്കൊടുത്ത് ഈ 50 ഗ്രാം റൈസ് അവർ വേവിക്കാതെ കുറിച്ച് കഴിക്കുന്നത് കണ്ട ഒരു കാഴ്ച. ഇതെല്ലാം മനസ്സിലുള്ള ഗോപാൽ യാദവിന് എങ്ങനെ സ്വന്തം കണ്ണുകൾ നനയാതെ, സ്വന്തം ഹൃദയം നുറുങ്ങാതെ ആ ബസുമതി റൈസ് വലിയ ഒരു കുഴിയിലേക്ക് ചെമ്പ് കണക്കിന് കൊണ്ടുപോയി തട്ടിയിരിക്കുന്ന ആ ബസുമതി റൈസ് സ്വന്തം കാലുകൊണ്ട് ഇപ്രകാരം ചവിട്ടി താഴ്ത്തുവാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ഞാൻ മറ്റൊന്നുകൊണ്ടുമല്ല ഇപ്രകാരത്തിൽ ഒരു കഥ പറഞ്ഞത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, തൊട്ടടുത്ത ദിവസം മൂവാറ്റുപുഴ ആറ്റിൽ ദാരിദ്ര്യം മൂലം, പട്ടിണി മൂലം സഹിക്കാൻ വയ്യാതെ ഒരു കുടുംബം, അച്ഛനും അമ്മയും 7ഉം 2ഉം വയസ്സുള്ള കുട്ടികളുമായി ആ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത ദൃശ്യം കരളലിയിപ്പിക്കുന്ന ആ ഒരു വാർത്ത നമ്മളെല്ലാവരും കേട്ടതാണ്, നമ്മളെല്ലാവരും അറിഞ്ഞതാണ്. നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം, നമ്മുടെയൊക്കെ ചുറ്റുപാടിൽ ഇതുപോലെയുള്ള നാരായണന്മാർ, അതുപോലെയുള്ള ഗോപാൽ യാദവന്മാരൊക്കെ ധാരാളം പേര് നമ്മുടെ ചുറ്റുപാടും ജീവിക്കുന്നു. ഇതെല്ലാം ഒന്ന് കാണുവാനുള്ള മനസ്സ് സമൂഹത്തിൽ കൂടി നമ്മളൊന്ന് കണ്ണോടിച്ചാൽ ഇതെല്ലാം കാണുവാനോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കാനോ നമ്മളെ കൊണ്ടൊക്കെ സാധിച്ചാൽ ഇതുപോലെയുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നമുക്കായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും. എന്തായാലും ഒരു കാര്യത്തിന് ബിഗ് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. ഈ നാരായണൻ ചേട്ടൻ്റെ കുടുംബത്തെ, കാഴ്ചക്കുറവുള്ള ഭാര്യ ഉൾപ്പെടുന്ന ആ കുടുംബത്തെ, 7ഉം 2ഉം വയസ്സുകളുള്ള കുട്ടികൾ ഉൾപ്പെടുന്ന ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാൻ നമ്മുടെ കോതമംഗലം പോലീസ് കാണിച്ച ആ ഒരു വ്യഗ്രത, അവർ കാണിച്ച ഒരു സ്നേഹം, അവർ കാണിച്ച ആ ഒരു ചേർത്ത് നിർത്തൽ. കോതമംഗലം പോലീസ് തന്നെ നമ്മൾ അവിടെ തൊട്ടടുത്ത് നമ്മുടെ ഡെയിലി റെന്റിനൊക്കെ കിട്ടുന്ന ഒരു റൂമൊക്കെ കൊടുക്കുന്ന കാവേരി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മളിവരെ താമസിപ്പിച്ചിട്ട് നമ്മൾ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വീടൊക്കെ നമ്മൾ റെഡിയാക്കി തരാം, അതുവരെ നിങ്ങളിവിടെ താമസിച്ചു, അതിൻ്റെ ചെലവും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ആവശ്യമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കൊടുത്തു അവർക്ക്. ആ സഹോദരിക്കും ആ ചേട്ടനും 2 മക്കളുണ്ടായിരുന്നു. മൂത്ത പെൺകുട്ടിയും ഇളയതൊരു 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. ഇവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരവും കാര്യങ്ങളും എല്ലാം നമ്മളന്ന് കൊടുത്തു. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അതുവരെ നിങ്ങളവിടെ താമസിച്ചോ, വീട് നമ്മൾ റെഡിയാക്കി തരാം. കോതമംഗലം പോലീസിന് ഹൃദയം നിറഞ്ഞ ഒരു ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ട് നിർത്തട്ടെ. നന്ദി.